ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇത് ഞായറാഴ്ച ദിവസം അവധി ദിനമാണ്. എല്ലാവരും ഒരു അവധി ദിനത്തിൻ്റെ ആലസ്യത്തിലാണെങ്കിൽ കേരളം ആകെ ഒരു മഴയുടെ കുളിരിൽ നിൽക്കുകയാണ്. മഴയുടെ കുളിരിൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷം തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല അവിടെ നഗരം ജീവിതം. തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ ദുസ്സഹമായിരിക്കുന്ന സാഹചര്യമാണ്. ഇനിയും എങ്ങനെയൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കണം ഈ അധികാരികളോട് എന്നറിയില്ല. പലയിടത്തും വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ട് ഈ തിരുവനന്തപുരം നഗരം അത് സ്മാർട്ട് സിറ്റി ആകാൻ പോകുന്നു എന്നുള്ളൊരു തയ്യാറെടുപ്പൊക്കെ എന്ന് നഗരം സ്മാർട്ടാകും എന്നുള്ള ചോദ്യത്തിൽ അവസാനിക്കുകയും ചെയ്യും. ആ ചോദ്യം ഇങ്ങനെ അനന്തമായി നീളും ഉത്തരം കിട്ടാതെ. മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. ചാല ഉൾപ്പെടെയുള്ള നഗരമധ്യത്തിൽ നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മുട്ടോളം വെള്ളം ഉള്ള സാഹചര്യമുണ്ട്. ഇനി തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് തുടർന്നു. അത് ചാക്ക ഈഞ്ചക്കൽ ഭാഗത്ത് അത് പ്രധാനപ്പെട്ട ഹൈവേ ഉള്ള സ്ഥലമാണ്. അവിടെയും വെള്ളക്കെട്ടാണ്. കൊച്ചി നഗരത്തിലേക്ക് എത്തിയാൽ കൊച്ചിയിലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി നമുക്ക് പ്രകടമാകുന്ന സാഹചര്യം. ഇത് ചാക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. രാത്രിയല്ല, പുലർച്ചെ 5 മണിക്ക് ഒരു വശത്തേക്ക് മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്ന സാഹചര്യം. ഇത്തരത്തിൽ ഒരു നനഞ്ഞു കുതിർന്ന ചെളിവെള്ളത്തിൽ മുങ്ങിയ ഒരു പ്രഭാതമെന്ന് വിശേഷിപ്പിക്കണം ഈ ദിനത്തിൽ. രാവിലെ എല്ലാ പ്രേക്ഷകർക്കും എന്താണെങ്കിലും മഴയുടെ ഒരു കുളിരും സന്തോഷവും ഒക്കെ ഉണ്ട്. അതിൽ എന്തോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂക്ഷിക്കുക. ഈ മഴയുടെ ആദ്യ സമയങ്ങളായതുകൊണ്ട് തന്നെ ഈ വെള്ളം അത് ഉപയോഗിക്കുന്നതും സൂക്ഷിച്ചുപയോഗിക്കുക. പനി കൂടുന്നുണ്ട് ഗണ്യമായ തോതിൽ. ഈ മഴ പെയ്യുന്നതിനൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കണക്കെടുത്താൽ കഴിഞ്ഞ 10 ദിവസത്തിനിടെ 5100-ലേറെ പേരാണ് പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അങ്ങനെ ഈ മഴയോട് അനുബന്ധമായി തന്നെ രോഗങ്ങൾക്കുള്ള സാധ്യതയും ഉണ്ടല്ലോ, പ്രത്യേകിച്ചും തുടക്കകാലത്ത്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കരുതലോടുകൂടി തന്നെ നീങ്ങുക. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. ആഘോഷമായിട്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ കരുതുമ്പോൾ നോക്കി വേണം പോകാൻ. പ്രത്യേകിച്ചും സ്കൂട്ടറുകാർ. ഇപ്പോൾ ഞങ്ങളുടെ കൊളീഗായിട്ടുള്ള അശ്വതി രാവിലെ വന്നപ്പോൾ പറയുകയാണ്, പെട്ടെന്ന് കരമന ജംഗ്ഷനിൽ വലിയൊരു കുഴി രൂപപ്പെട്ടു, കാറൊക്കെ വന്ന് വീണ് അങ്ങ് പോവുകയാണെന്ന്. അപ്പോൾ ഈ മഴയാവുമ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. വെള്ളക്കെട്ടിൻ്റെ അടിയിൽ വലിയ ഗർത്തങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ കരുതലോടുകൂടി തന്നെ മുന്നോട്ട് പോകുക. അപ്പോൾ എന്നാലും മോർണിംഗ് അലർട്ട് നമുക്ക് മഴയുടെ കാഴ്ചകളുമായി തന്നെ തുടങ്ങാം. ഒപ്പം തന്നെ മറ്റു പല വാർത്തകളുമുണ്ട്. പന്തീരാങ്കാവിൽ രാഹുലിനെ സഹായിച്ച CPOയ്ക്ക് സസ്പെൻഷനുണ്ട്. ഇനി ബിലീവേഴ്സ് ട്രസ്റ്റിൻ്റെ ബിഷപ്പ് അധ്യക്ഷൻ KP യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തിരുവല്ലയിലേക്ക് വിലാപയാത്രയായി പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകൾ, കാഴ്ചകൾ. ഇനി 5ാം ഘട്ടത്തിൽ നാളെയാണ് വോട്ടെടുപ്പ്. ഇതിലേക്കൊക്കെ നമുക്കെത്താം. നമുക്ക് ആദ്യം നോക്കാം മഴയുടെ കാഴ്ചകളിലേക്ക്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരത്ത് തീരമേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും റെഡ് അലർട്ടാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. മലയോര മേഖലകൾ അതീവ ജാഗ്രതയിലാണ്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം പൊന്മുടിയിലേക്കുള്ള യാത്ര അതിന് നിരോധനം ഏർപ്പെടുത്തി. മാത്രമല്ല മറ്റ് മലയോര മേഖലയിലേക്കും യാത്രാ നിരോധനമുണ്ട്. നമ്മുടെ പ്രതിനിധികൾ ചേരും വിവിധ ഇടങ്ങളിൽ നിന്ന്. ആദ്യം ഡാൻ കുര്യൻ, കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത്, പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണൻ, ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ആദ്യം നമുക്ക് വേണ്ടി അണിനിരക്കും. ആദ്യം നമുക്ക് ഡാൻ കുര്യനിലേക്ക് പോകാം. ഡാൻ, ഈ തിരുവനന്തപുരത്തെ സാഹചര്യമാണല്ലോ വലിയ തോതിൽ നമ്മൾ മഴയ്ക്ക് മുമ്പേ ചർച്ച ചെയ്തതാണ്. ഈ റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു. വേണ്ട രീതിയിലുള്ള ഡ്രെയിനേജ് സംവിധാനമില്ല. മഴക്കുഴികൾ അനവധി. ഈ റോഡിനേക്കാൾ കൂടുതൽ വെള്ളമാണ് ഹൈവേയിൽ ഉൾപ്പെടെ കാണുന്നത്. എന്താണ് തിരുവനന്തപുരത്ത് കണ്ടത്? എല്ലാ മഴക്കാലത്തും എന്താണോ തലസ്ഥാന നഗരിയിൽ സംഭവിക്കുന്നത് അതിന് തന്നെ ഇത്തവണയും തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഈഞ്ചക്കൽ ചാക്ക റൂട്ടിൽ സാധാരണയായി ഒരു മഴ അതിതീവ്രമായി 1 മണിക്കൂർ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്കറിയാം ചാക്ക ബൈപ്പാസിലേക്ക് തിരിയുന്ന വഴിയിൽ വലിയ തരത്തിൽ മുട്ടോളം വെള്ളം പൊങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം. അത് കഴിഞ്ഞ മഴക്കാലത്തും ഉണ്ടായിട്ടാണ്. അത് സമാനമായ തരത്തിൽ ഇന്നലെയും രൂപപ്പെടുകയായിരുന്നു. അതോടൊപ്പമാണ് ചാലക്കമ്പോളത്തിനും അതോടൊപ്പം തീരദേശ മേഖലയായ മുക്കോല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത്. ചാലക്കമ്പോളത്തിൽ നിരവധി സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയ സ്ഥിതിയാണ്. നമുക്കറിയാം ഇന്നലെ മണിക്കൂറുകളോളം മഴ നിന്ന് പെയ്യുകയായിരുന്നു. ആ ഒരു സ്ഥിതി ഒരുപക്ഷെ വരുന്ന 5 ദിവസത്തേക്ക് അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യതയെന്നാണ് രാത്രി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായി ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ. പക്ഷേ റെഡ് അലേർട്ടിന് സമാനമായ തരത്തിലാണ്
ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ അടക്കം ഒരുക്കങ്ങൾ നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി വലിയ കുഴികൾ എടുത്തിട്ടുണ്ട്. റോഡും കുഴിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ വെള്ളം വന്ന് മൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നത്. വലിയ തരത്തിലുള്ള കുഴിയാണ് ഇങ്ങനെ എടുത്തിട്ടിരുന്നത്. അതിലെല്ലാം വെള്ളം വന്ന് അത് ശക്തമായി നിറയുന്ന സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പമാണ് ആമയിഴഞ്ചാൻ തോടും കിള്ളിയാറും ഇത് രണ്ടും കൃത്യമായി ശുചീകരണം നടത്താൻ വൈകുന്നത്, അല്ലെങ്കിൽ അത് പൂർണ്ണമായി ശുചീകരണം നടത്താൻ കഴിയാതിരുന്നത് മൂലം ഈ മാലിന്യങ്ങൾ ഒഴുകുന്നത് തടസ്സപ്പെടുന്ന സാഹചര്യം വരുന്നതോടെയാണ് അത് നിറഞ്ഞ് വെള്ളം ഒഴുകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. അത് കരമന ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അതിന്റെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം വരും. സ്വാഭാവികമായി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കാലവർഷം എത്താൻ ബാക്കിയാകുന്നത്. അതിന് മുന്നോടിയായി ഈ മാലിന്യ നിർമ്മാർജ്ജനം പൂർത്തിയാക്കി മലിനജലം കൃത്യമായി ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി, ഡ്രെയിനേജ് സംവിധാനം കൃത്യമായി പോകുന്നതിനുള്ള വഴി ഒരുക്കിയില്ലെങ്കിൽ മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടിനായിരിക്കും തലസ്ഥാന നഗരി ഇനി സാക്ഷ്യം വഹിക്കേണ്ടി വരിക. എൽദോ. ഓക്കെ ഡാൻ, ഇനി മറ്റ് പലയിടങ്ങളിലും ഈ വെള്ളക്കെട്ട് നേരത്തെ തന്നെ രൂപപ്പെട്ടിരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ അരസ്റ്റമൂട്, കുഴുവിള, അത്തരം റൂട്ടുകളൊക്കെ വീടുകളുള്ളിൽ വെള്ളം കയറുന്ന വിഷ്വൽസൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കുടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അപ്പോൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇനി പനി ബാധിക്കുന്നുണ്ട് വല്ലാതെ. തിരുവനന്തപുരത്ത് സർക്കാർ ആശുപത്രിയിൽ മാത്രം നിരവധി പേർ പനിയായിട്ട് എത്തുന്നുണ്ട്. ഇതിനിടെ ഈ പൊതുഭരണ വകുപ്പ് എം പി രാജേഷിൻ്റെ ഒരു സക്ഷൻ കം ജെറ്റിംഗ് ഒരു മെഷീനൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഈ ഓടകൾ ക്ലീൻ ചെയ്യാനും. ഒപ്പം ഈ തോടുകൾ, ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട്, ആ തോടൊക്കെ ഇങ്ങനെ മാലിന്യം കെട്ടി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം നഗരസഭയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ മഴക്കാല പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ? ഈ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമാണ് 2 ദിവസമാണ് സംസ്ഥാനത്ത് വ്യാപകമായി ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാം സംയുക്തമായി ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് അറിയിച്ചെന്ന്. സ്വാഭാവികമായി അത് നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വലിയ മഴക്കെടുതി, വലിയ തരത്തിലൊരു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മഴ തലസ്ഥാനത്തെ വെള്ളത്തിലാക്കിയതെന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു സാഹചര്യം തന്നെയാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. അതായത് വൈകുന്നേരം തുടങ്ങിയ മഴയാണ് ഇന്ന് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായി പെട്ടെന്നാണ് അങ്ങനെ ഒരു മഴ തീവ്രമായി നിൽക്കുന്ന തരത്തിൽ നിന്ന് മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇനി പ്രധാനമായി ഉള്ള ഒരു സാഹചര്യം എൽദോ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ആമയിഴഞ്ചാൻ തോറും കിള്ളിയാറും ഇത് രണ്ടുമാണ് പ്രധാനമായി നമ്മുടെ ഈ വെള്ളം മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ള 2 സ്ഥലങ്ങളാണ്. അവിടെ കൃത്യമായി മാലിന്യ നീക്കം നടന്നില്ല എങ്കിൽ അത് വലിയ തരത്തിൽ കാര്യങ്ങൾ പ്രതിസന്ധിയിലാക്കും. അതോടൊപ്പമാണ് ഡ്രെയിനേജ് സംവിധാനം, അത് തടസ്സങ്ങളില്ലാതെ ഈ മലിനജലം ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും അത് പൂർണ്ണമായി വിജയകരമായി നടപ്പിലാക്കാൻ കഴിയാതിരുന്നതാണ് പലപ്പോഴും നഗരഭാഗങ്ങൾ, അതായത് തമ്പാനൂർ, അരിസ്റ്റ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് SS കോവൽ റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഇവിടങ്ങളിലെ ഈ മാലിന്യം നീക്കം ചെയ്യാൻ കഴിയാതെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ തടസ്സപ്പെട്ടതായിരുന്നു. അത് കൃത്യമായി ഈ ദിവസങ്ങൾക്കകം നീക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇതിന് സമാനമായ മഴക്കെടുതി തന്നെയായിരിക്കും, വെള്ളക്കെട്ട് തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് തുടർച്ചയായി പെയ്യാൻ പോകുന്ന മഴ ദിവസങ്ങളിലെല്ലാം തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ശരി ഡാൻ, ഞാൻ കോട്ടയത്തേക്ക് പോകുന്നു. കോട്ടയത്ത് ജി ശ്രീജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്നലെ തന്നെ ഈ മണിമലയാറൊക്കെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കോട്ടയത്ത് ഇപ്പോൾ എങ്ങനെയാണ്? മഴ പെയ്യുന്നുണ്ടോ? അവിടെ ഇത്തരത്തിൽ ഈ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാവുന്ന സാഹചര്യമൊക്കെ അത് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ ഒരു സാഹചര്യം ഉണ്ടോ നിലവിൽ? എൽദോ, ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എവിടെ എത്തിയിട്ടില്ല. കരകവിഞ്ഞ് ഒഴുകിയിട്ടില്ല പുഴകൾ. ഈ കൈത്തോടുകളാണ് ചിലയിടങ്ങളിൽ അത്തരത്തിൽ മിനിയാന്ന വൈകുന്നേരം പെയ്ത മഴയിൽ പെട്ടെന്നുണ്ടായ മഴയിലൊരു മഴവെള്ള പാച്ചിൽ പോലെ ഉണ്ടായിട്ടുള്ളത്.
ജില്ലയിൽ എവിടെയും നദികളിൽ അപകട നില തരണം ചെയ്തിട്ട് മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അതേസമയം തന്നെ രാത്രി ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 4 മണി മുതൽ തന്നെ ഇടയ്ക്കിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അത് മീനച്ചിൽ താലൂക്കിലും ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലുമാണ് അത്രയും ശക്തമായ മഴ പെയ്യുന്നത്. കോട്ടയം, വൈക്കം ഉൾപ്പെടെയുള്ള താലൂക്കുകളിലും മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട്. പക്ഷേ തുടർച്ചയായി മഴ പെയ്യുന്നത് ഈ 2 താലൂക്കുകളിലാണ്. സ്വാഭാവികമായിട്ടും കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലകളാണ് ഇവ രണ്ടും. ഇടുക്കിയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് ഇവ രണ്ടും. അവിടെ രണ്ടിടത്തും മഴയുള്ളത് ഒരു ആശങ്ക തന്നെയാണ്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാര്യത്തിൽ അങ്ങനെ ഉരുൾപൊട്ടാനുള്ള സാധ്യതയില്ല. കാരണം ഇത്ര നാളും വരണ്ട് കിടന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് 2 മഴ പെയ്താൽ ഉടൻ ഭൂമിയിൽ വെള്ളം ഈ കെട്ടി നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഉരുൾപൊട്ടലിനുള്ള സാധ്യത പെട്ടെന്നില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ ശക്തമായ മഴ തുടർന്നാൽ അത് ഈ മേഖലകളിൽ മലവെള്ളപ്പാച്ചിൽ അടക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ഈ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. ജില്ലയിൽ ആകെ ചിറക്കടവ് ഈ മണ്ണിടിച്ചിൽ ഭീതിയുള്ള ഒരു കുടുംബത്തെ മാത്രമാണ് ചിറക്കടവിൽ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. മറ്റെവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ തുടങ്ങിയോ മറ്റോ ചെയ്തിട്ടില്ല. എന്തായാലും രാത്രി ഈ 2 താലൂക്കുകളിലും ശക്തമായ മഴ തുടർന്നിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് എവിടെയും അപകടങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, കോട്ടയത്ത് അപ്പോൾ അത്രമാത്രം ഗുരുതര സാഹചര്യമില്ല. കോട്ടയത്ത് മഴയുണ്ട്, പക്ഷേ എന്നാലും അത് മീനച്ചിൽ താലൂക്ക് കേന്ദ്രീകരിച്ച് കൂടുതൽ മഴ പെയ്യുന്നു എന്നാണ് ശ്രീത്ത് പറയുന്നത്. നദികളിൽ ആശങ്കയുണ്ടാക്കുന്ന വിധത്തിലുള്ള ജലനിരപ്പ് ഉയർന്നിട്ടുമില്ല. ഓക്കെ ശ്രീത്ത്, താങ്ക് യു. ഇനി ശശിനാരായൺ പത്തനംതിട്ടയിൽ നിന്ന്, ഒപ്പം പ്രിൻസ് ജെയിംസ് ഇടുക്കിയിൽ നിന്നും നമ്മോടൊപ്പം പങ്കുചേരും. ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ ഈ കൊച്ചിയിലും നമ്മൾ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. കൊച്ചിയിലും ഒരുപാട് വെള്ളക്കെട്ട് പലയിടങ്ങളിലും സ്വാഭാവികമാണ്. ഇപ്പോൾ രാവിലെ ഇത് കുഴിവിള അരശുമൂട് റൂട്ടിലെ വെള്ളക്കെട്ടാണ്. അവിടുത്തെ ജനകീയ സമരസമിതിയൊക്കെ വലിയ തോതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അവ നമുക്ക് അയച്ചു തരുന്ന ദൃശ്യങ്ങളാണ്. അതിൽ വീടിനുള്ളിലേക്ക് പോലും വെള്ളം കയറുന്ന സാഹചര്യം. അതായത് ഈ കുഴിവിള അരശുമൂട് റോഡ് എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള കഴക്കൂട്ടത്ത് ഈ ബൈപ്പാസിനോട് ഹൈവേയോട് ചേർന്നുള്ള ഈ ബൈപ്പാസിനോട് ചേർന്നുള്ള കുറുകെ പോകുന്ന പഴയ മെയിൻ റൂട്ടായിരുന്നു. അവിടെ ബസ് ഓടിക്കൊണ്ടിരുന്ന റൂട്ടാണ്. ആ റൂട്ടിലെ ഒരു വീടിൻ്റെ സാഹചര്യമാണ്. ഈ വീട്ടിൽ ഇത്രയും വെള്ളം കയറാനുള്ള സാഹചര്യം എന്താണ്? അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ പൊതു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഈ റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു, ഈ ഡ്രെയിനേജ് സംവിധാനത്തിനും അല്ലെങ്കിൽ മറ്റ് വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നങ്ങൾക്കുമായി. അപ്പോൾ അതേ തുടർന്ന് വെള്ളം ഒഴുകി പോകാതെ വീടിനുള്ളിലേക്ക് കയറുന്ന സാഹചര്യമാണ്. എത്ര കഷ്ടമാണെന്ന് നോക്കുക, ആ വീടിനുള്ളിലേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുന്ന സാഹചര്യം. അപ്പോൾ ആ വീട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ അത്രമാത്രം ദുരിതം ഈ ചെറിയ മഴയിൽ അനുഭവിക്കുകയാണെങ്കിൽ ഇനി വരും ദിവസങ്ങൾ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. മഴ തുടങ്ങുന്നേ ഉള്ളൂ, മഴക്കാലം ആരംഭിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ വീട്ടിലൊക്കെ സാഹചര്യമെങ്കിൽ എങ്ങനെ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ ആശങ്കയുള്ള കാര്യമാണ്. തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മതി. ഒന്ന് പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശശി, നമ്മൾ ഈ പത്തനംതിട്ടയിലെ മഴ അതിലെ ആശങ്കയിലേക്ക് എത്തിയിട്ട് അധികം നാളായില്ല. ഈ പ്രളയത്തിൻ്റെ ഒരു സാഹചര്യമൊക്കെ എത്തിയപ്പോൾ മുതൽ തന്നെ പത്തനംതിട്ടയിൽ മഴ പെയ്ത വലിയ ആശങ്കയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന പോലെ തിരുവല്ല പോലുള്ള പ്രദേശങ്ങളിൽ. അപ്പം എന്താണ് നിലവിലത്തെ അവസ്ഥ? അവിടെ പത്തനംതിട്ടയിൽ വലിയ മഴയുണ്ടോ? നിലവിലെ പത്തനംതിട്ടയിൽ ഇപ്പോൾ ചാറ്റൽ മഴ മാത്രമാണുള്ളത്. മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ ഇന്നലെ ഉച്ച മുതൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നേരം ഇപ്പം പുലർച്ചയോടുകൂടി തന്നെ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 8 മണിക്ക് ശേഷം ശക്തമായ മഴ ഉണ്ടാവുമെന്നാണ് കാലാവസ്ഥ പ്രവചനമുള്ളത്. എന്തായാലും ഇന്നും നാളെയും റെഡ് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ണിടിച്ചിലുള്ള മേഖലകളൊന്നും ജലനിരപ്പ് ഉയരുന്ന നദിയുടെ ജലനിരപ്പ് ഉയരുന്ന പ്രദേശങ്ങളിലൊക്കെ ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 44ഓളം ക്യാമ്പുകൾ
സജ്ജമാക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥർക്ക് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കിഴക്കൻ മലയോര മേഖല, അതായത് കൊക്കാത്തോട്, ചിറ്റാർ, തണ്ണിത്തോട് തുടങ്ങിയ മലയോര മേഖലകളാണ് ഇത്തരത്തിൽ ദുരന്ത സാധ്യതയുള്ള മേഖലകൾ. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുള്ളത്. പക്ഷെ നിലവിൽ ആരെയും ഇപ്പോൾ മാറ്റി പാർപ്പിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല. പക്ഷെ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ ഒരുപക്ഷെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതായി വരും. അതിനുള്ള ഒരു മുന്നൊരുക്കം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ അതിതീവ്ര മഴ പെട്ടെന്ന് തന്നെ മണിക്കൂറിൽ 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു മുൻകരുതൽ ജില്ലാ നടപ്പിലാക്കിയിട്ടുള്ളത്. നദികളുടെ ജലനിരപ്പും കാര്യമായ രീതിയിലൊന്നും ഇതുവരെ ഉയർന്നിട്ടില്ല. 3 നദികൾ, പമ്പയും അച്ചൻകോലും മണിമലയാറും, ഈ 3 നദികളും സാധാരണഗതിയിൽ ശക്തമായ മഴ ലഭിക്കുന്നത് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് നദീ തീരങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗവി അടക്കമുള്ള മലയോര മേഖലയിലെ വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള സഞ്ചാരത്തിനും രാത്രികാല സഞ്ചാരത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ കോറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു മുന്നൊരുക്കം ജില്ലാ ഭരണകൂടം മഴയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കാരണം വെള്ളപ്പൊക്കമുള്ള മേഖലയാണ്, മണ്ണിടിച്ചുള്ള പ്രദേശങ്ങളുണ്ട്, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമുണ്ട്. ഇത്തരത്തിൽ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലമാണ് ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണം എടുത്തിട്ടുള്ളത്. നിലവിൽ ജില്ലയിൽ നിന്നും അത്തരത്തിലൊരു അനിശ്വാസമോ കാര്യങ്ങളോ ഇതുവരെയില്ല. പക്ഷേ ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇപ്പം അല്പം ശമനമുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ശശി, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഈ മരമൊക്കെ ഒടിഞ്ഞ് ബസ്സിന് മുകളിലേക്ക് വീണ സാഹചര്യം കാണുന്നുണ്ട്. ഇതെവിടെയാണ് സ്ഥലം? ശശി തന്നെ നൽകിയ ദൃശ്യങ്ങളാണെന്ന് കരുതുന്നു. ഈ മരമൊക്കെ റോഡിലേക്ക് വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നോ ഇന്നലെ വൈകിട്ട് വല്ലതും? ഇന്നലെയാണ് റാന്നി മാടമണ്ണിൽ തീർത്ഥാടകർ സഞ്ചരിക്കുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം ഒടിഞ്ഞ് കടപുഴകി വീണ് ശക്തമായ കാറ്റിൽ മരം ഒടിഞ്ഞ് വാഹനത്തിന് മുകളിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും യാത്രക്കാർക്ക് അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ ഇന്നലെ രാത്രിയിൽ മലയോര മേഖലയിൽ ശക്തമായ കാറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ റോഡുകളിലൊക്കെ ചിലയിടങ്ങളിൽ ഗതാഗത തടസ്സം ഉണ്ടാവുകയും വൈദ്യുതി ബന്ധം മുടങ്ങുകയും ചെയ്തു. പക്ഷേ അത് കാര്യമായ രീതിയിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ കാര്യമായ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ അതപ്പോൾ തന്നെ പരിഹരിക്കുകയും ചെയ്തു. അത്തരത്തിൽ ചില സാധ്യതകൾ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ ജില്ലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുന്നൊരുക്കങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. ക്യാമ്പുകൾ 44 ക്യാമ്പുകൾ, ഏറ്റവും കൂടുതൽ ക്യാമ്പുള്ളത് കോന്നിയും അതുപോലെ തന്നെ റാന്നിയിലുമാണ്. ആ ക്യാമ്പുകളെല്ലാം അതും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. എല്ലാ ഉദ്യോഗസ്ഥരും അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഹാജരാകണം എന്നുകൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും റെഡ് അലർട്ടാണ്. 21-ാം തീയതി ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ ഓറഞ്ച് അലർട്ടിന്റെ അന്നും സമാനമായ റെഡ് അലർട്ടിന്റെ രീതിയിൽ മഴ ലഭിക്കുമെന്നുള്ള ഒരു മുൻകരുതൽ കൂടിയുണ്ട്. എന്തായാലും പ്രളയബാധിത ഒരു ജില്ല എന്ന നിലയ്ക്ക് വലിയ കാര്യക്ഷമമായി തന്നെയാണ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും മഴയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ എടുത്തിട്ടുള്ളത്. എന്തോ ഓക്കെ, റൈറ്റ്. പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളാണ് ശശിനാരായണൻ പങ്കുവച്ചത്. പത്തനംതിട്ടയിലെ പലയിടങ്ങളിലും മഴ, അത് നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ശമനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശശിനാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന്. എന്നാൽ അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും മഴ തുടരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് 3 ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് തീരമേഖലകളിലെ വീടുകളിൽ പലയിടത്തും വെള്ളം കയറി. തീരമേഖല എന്ന് മാത്രമല്ല, നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ഈ 3 ജില്ലകളാണ് റെഡ് അലേർട്ട്. നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിൽ പ്രിൻസ് ജെയിംസ് ആണ് നമ്മോടൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. പ്രിൻസ്, ഈ മഴക്കാലം എത്തിയാൽ ഹൈറേഞ്ചുകാർക്ക് ഒരു നെഞ്ചിടിപ്പാണ്, നമുക്കറിയാം. അപ്പോൾ എന്താണ് അവിടെ ഹൈറേഞ്ചിലേക്ക് മഴ അത് ഈ ഭീകരമായി എത്തുന്നുണ്ടോ, അതോ നേരിയ തോതിൽ മഴ പെയ്തു പോകുന്നതേ ഉള്ളൂ? ഇന്ന് രാവിലെ മുതൽ മിക്ക പ്രദേശങ്ങളിലും ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ ശക്തമായ ഒരു മഴ പ്രിൻസിന്റെ ഓഡിയോ ചെറിയൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നു. എന്താണെങ്കിലും അല്പം കൂടി നെറ്റ്വർക്കിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇടുക്കിയിൽ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉള്ളതിൽ ഒന്ന് അത് ഇടുക്കിയാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. അപ്പോൾ മലയോര മേഖലകളിലൊക്കെ യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കണം. ജാഗ്രതയോടുകൂടി മാത്രമേ ഈ മഴക്കാലത്ത് നമ്മളായിട്ടുള്ള കരുതൽ എടുക്കുക എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ വളരെ കരുതലോട് മാത്രം, പ്രത്യേകിച്ചും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് ഏറ്റവും ശ്രദ്ധ പുലർത്തേണ്ടത് എന്ന് തോന്നുന്നു. ഞാൻ പ്രിൻസിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകുന്നു. പ്രിൻസ്, കേൾക്കാമോ?
ഓക്കെ, പ്രിൻസിൻ്റെ നെറ്റ്വർക്ക് അവിടെ ഇടുക്കിയിലാണ്, അവിടുത്തെ മലയോര മേഖലയിലാണ് പ്രിൻസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമ്മൾ മറ്റ് സ്ഥലത്തെ കാഴ്ചകളിലേക്ക് കൂടി പോവുകയാണ്. നമ്മൾ ഡാൻ കുര്യൻ ഈ മഴയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ്റെ റിപ്പോർട്ടിൽ. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് കാലവർഷം എത്തിയേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. വരുന്ന 22-ാം തീയതിയോടെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. 31-ാം തീയതിയോടെ കേരള തീരത്ത് കാലവർഷം എത്തിയേക്കും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. കടലോര മേഖലകളിലേക്കും മലയോര മേഖലകളിലേക്കും വിനോദസഞ്ചാരത്തിന് ഉൾപ്പെടെ കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയുമാണ് ജില്ലാ ഭരണകൂടം. കടലോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും മലയോര മേഖലകളിലേക്ക് രാത്രി യാത്രകൾ ഒരു തരത്തിലും അനുവദിക്കാനാവില്ല എന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. എല്ലാ ദുരന്ത നിവാരണ വിഭാഗത്തോട് ഏത് സാഹചര്യം വന്നാലും നേരിടാൻ സജ്ജരായിരിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം തിരുവനന്തപുരത്തും ഇടുക്കിയിലും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലും വരുന്ന 3 ദിവസത്തേക്ക് അതിതീവ്രമായ മഴയുണ്ടായേക്കുമെന്നും മറ്റിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടായേക്കുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേനൽ മഴയുടെ ഭാഗമായി അതിശക്തമായ മഴ പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കൃത്യമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും രംഗത്തെത്തിയിരിക്കുന്നത്. പൊന്മുടി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലേക്ക് വിനോദസഞ്ചാരത്തിനായി ആരും ഈ ദിവസങ്ങളിൽ പോകരുത് എന്നാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലോരത്തുള്ള വിനോദസഞ്ചാരത്തിനും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നും ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കാലവർഷം ശക്തി പ്രാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ വേനൽ മഴയും അതിശക്തമായി പെയ്യുന്നതാണ് ഈ പ്രകൃതിക്ഷോഭങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് തീരമേഖലകളിലടക്കം ഉണ്ടാക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് അദിത് VP ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് അദിത്, മഴയുണ്ടോ അവിടെ, എന്താ അവസ്ഥ? ജോർജ് ബിജുവും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. മഴയുടെ സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് മഴക്കാഴ്ചകൾ തുടരുന്നുണ്ട്. നമുക്ക് ഇടുക്കിയിലേക്കാണ് പോകേണ്ടത്. പ്രിൻസ് ആദ്യം ചേർന്നിരുന്നു, പക്ഷേ ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. പ്രിൻസ് ഇപ്പോൾ കേൾക്കാമെന്ന് കരുതുന്നു. എന്താണ് ഇടുക്കിയിലെ സാഹചര്യം? എൽദോ, തീർച്ചയായും ഹൈറേഞ്ചിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ മഴ ഇത് രാവിലെ തന്നെ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം മിക്ക പ്രദേശങ്ങളിലും മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്ക് റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം. കനത്ത മഴ ഈ മേഖലയിൽ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ താലൂക്കുകൾ കേന്ദ്രീകരിച്ചും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം രാത്രികാല യാത്രകളിലൊക്കെ സുരക്ഷ പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം വിനോദസഞ്ചാരികൾക്കും നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. നീരൊഴുക്ക് പ്രധാന ജലാശയങ്ങളിലേക്ക് അടക്കം പുഴകളിലേക്കും ഒക്കെ നീരൊഴുക്ക് അതിശക്തമായി വർദ്ധിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ജലാശയങ്ങളിലേക്കും പുഴകളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കും ഒക്കെ ഇറങ്ങരുതെന്ന നിർദ്ദേശങ്ങൾ ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും ഒക്കെ നൽകിയിട്ടുണ്ട്. ഒപ്പം ജീപ്പ് സഫാരി അടക്കമുള്ള വിനോദോപാധികൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊളുക്കുമലയിലേക്കുള്ള ട്രക്കിംഗ് ഒക്കെ DTPC 2 ദിവസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണൊലിപ്പിനും സാധ്യതയുള്ളതിനാൽ 2 ദിവസത്തേക്ക് മണ്ണെടുപ്പും മറ്റ് ഖനന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായൊരു ജാഗ്രതാ നിർദ്ദേശങ്ങൾ മേഖലയിൽ നൽകിയിരിക്കുന്നു. മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ വിവിധ മേഖലകളിൽ മണ്ണ് ഒലിക്കുന്ന സാഹചര്യം, മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുന്നു. റവന്യൂ വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ജനങ്ങളോട് ജാഗ്രത പുലർത്തുന്നുള്ള നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഒപ്പം ടൂറിസം കേന്ദ്രങ്ങളിലേക്കും എത്തുന്ന സഞ്ചാരികൾക്കും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഏതായാലും അവധി ദിവസങ്ങൾ അവസാനിക്കാറായതിനാൽ ജില്ലയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെയധികം സഞ്ചാരികൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ മൂന്നാർ അടക്കമുള്ള മേഖലയിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസം ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെടുത്തുന്നവർക്കും ആ മേഖലയിൽ ജോലി ചെയ്യുന്നവരോടുമൊക്കെ സുരക്ഷ പാലിക്കണമെന്നും വിനോദസഞ്ചാരികളുടെ അടക്കം സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും രാത്രികാല യാത്രകൾ ഒഴിവാക്കണമെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എൽദോ, ഓക്കെ, റൈറ്റ്. പ്രിൻസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ ഉണ്ടോ എന്ന് ഓർത്തു വയ്ക്കുക. വളരെ
സൂക്ഷ്മതയോട് മാത്രം വാഹനങ്ങളിൽ മലയോര മേഖലയിലേക്ക് പോവുക. പ്രിൻസ്, താങ്ക് യു ജോയിൻ ചെയ്തതിന്. ഇനി ഈ മഴയുടെ കാഴ്ചകൾ വരുമ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് ഈ പ്രധാനമായും ഈ ഹൈ റേഞ്ചിലേക്കുള്ള യാത്ര. അപ്പോൾ ഈ ഹൈ റേഞ്ചിലേക്കുള്ള യാത്രകൾ അത് സൂക്ഷിച്ച് വേണം, വളരെ കെയർഫുള്ളായി തന്നെ വേണം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാനെന്നുള്ളത്. എന്തായാലും ഇതൊരു വേനൽ മഴയുടെ തുടക്കം മാത്രമാണ്. വേനൽക്കാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള മഴയെ തന്നെ കരുതുമ്പോൾ യഥാർത്ഥ വർഷകാലത്തിലേക്ക് എത്തുമ്പോൾ ഇതിലും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരാദ്യ ഘട്ടമായി തന്നെ കരുതി നമുക്ക് ഈ വേനൽ മഴയെ നേരിടാം. പക്ഷേ പലയിടങ്ങളിലും വലിയ തോതിൽ വെള്ളക്കെട്ട്, റോഡിൽ ചെളി, വീടിനുള്ളിൽ വെള്ളം, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. പരിഹരിക്കാൻ കഴിയട്ടെ. ഓക്കെ, ഞാൻ ആദ്യം ഈ കുഴിവിള തിരുവനന്തപുരം കഴക്കൂട്ടത്തെ കുഴിവിളയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണിച്ചു. ഇതാണ് ഈ കുഴിവിള അരശുമൂട് റോട്ടിലെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ക്യാമ്പയിനിലും ഈ റോഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. ഞാൻ അവിടുത്തെ ഈ ജനകീയ സമരസമിതിയിലെ പ്രേംലാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. പ്രേംലാൽ, നമ്മളന്ന് കണ്ടിരുന്നു. എനിക്ക് ആ ദൃശ്യങ്ങൾ അയച്ചു തന്നപ്പോൾ എനിക്ക് അമ്പരപ്പ് തോന്നി. കാരണം വീടിനുള്ളിൽ ഈ ചെറിയ മഴയിൽ, വേനൽ മഴയുടെ തുടക്കത്തിൽ തന്നെ ഇത്രമാത്രം വെള്ളം കയറുമെങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള സ്ഥിതി എന്താകും? നിങ്ങൾ എങ്ങനെ അവിടെ ജീവിക്കും? ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളും വെള്ളത്തിനടിയിലായിരുന്നു. കാര്യം ഇന്നലെ രാത്രി മുതൽ ഞങ്ങളുടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി. ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു ഇന്നലെ രാത്രി തന്നെ. അതിന്റെ വീഡിയോസും അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ആ ദൃശ്യങ്ങൾ ഇപ്പൊ നമ്മൾ ഓണറിൽ പോകുന്നുണ്ട്, നമ്മളിപ്പോ ടെലിവിഷനിൽ കാണിക്കുന്നുണ്ട്. പ്രേമലാൽ അയച്ചിരുന്ന വീഡിയോ തന്നെയാണത്. അതെ. അപ്പൊ ഈ വീട്ടിനകത്ത് ഇപ്പം എല്ലായിടത്തും വെള്ളം കയറി, അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഈ ജനകീയ സമിതി ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം നമുക്ക് ഈ ഇവിടെയൊക്കെ വെള്ളം കയറി എന്നുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയാൻ പറ്റി. അതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു നാട്ടുകാർക്കൊരു ആശ്വാസമായിട്ടിരിക്കുന്നതാണ്. ഈ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പൊ ആ വീട്ടിലെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടിലൊക്കെ ഏതാണ്ട് മുട്ടിന് മുകളിൽ ഉള്ളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ അവിടെ മാറ്റിയോ? വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് അവരൊക്കെ സുരക്ഷിത സ്ഥലങ്ങളിലോട്ട് മാറ്റി. ഇന്നലെ രാത്രി തന്നെ എല്ലാവരും മാറ്റി. കാര്യം ബന്ധു വീട്ടുകളിലോട്ടും പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കെട്ടിടങ്ങളിലും അതിന്റെ മുകളിലോട്ടൊക്കെ മാറ്റിയിരിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് ഉയർന്ന പ്രദേശങ്ങളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഈ ഡ്രെയിനേജിന്റെ പൈപ്പിന് വേണ്ടി കുഴിയെടുത്ത വലിയ കുഴിയെടുത്തില്ലേ, ആ വിറ്റ് കുഴികളെടുത്ത കുഴികളെല്ലാം ഇടിഞ്ഞു താന്നിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് വലിയ ഗർത്തങ്ങളായി. അപ്പൊ ആ റോഡ് വഴി ആർക്കും നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇന്നലെ രാത്രി തന്നെ അതുവഴി ജോലി കഴിഞ്ഞ് വന്ന ആൾക്കാരൊക്കെ എല്ലാം വേറെ സ്ഥലത്തൂടെയാണ് മാറ്റി ഞങ്ങൾ വഴി തിരിച്ചു പിടിയിട്ടത്. ഓക്കെ, അതായത് ഈ ഡ്രെയിനേജിന് വേണ്ടി എടുത്ത വലിയ ഗർത്തങ്ങൾ, അതായത് JCB ഉപയോഗിച്ചെടുത്ത വലിയ കുഴികൾ അത് ഇടിഞ്ഞു വീണു. ഇടിഞ്ഞു. അടിയിൽ ഈ തുരങ്കം JCB കുഴിച്ച് എടുത്ത ഇതുകൊണ്ട്, അല്ലാതെ ഈ തുരങ്കം പോലെ കുഴിച്ചിട്ട് പൈപ്പ് വലിച്ചൂരി മാറ്റിയ അടിയിലുണ്ടായിരുന്നു ആ കുഴികൾ. അതെല്ലാം വെള്ളം കയറിയപ്പോഴത്തേക്ക് കൊണ്ട് ഇടിഞ്ഞു താന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ വഴിയിൽ വാഹനങ്ങളെന്നല്ല നടക്കാനും പറ്റില്ല. വാഹനമല്ല, രാത്രി നടക്കാൻ പറ്റത്തില്ല. രാത്രി ആർക്കും നടക്കാൻ പറ്റത്തില്ല. കുഴി ഏതാണ്, വെള്ളം ഏതാണ്, റോഡ് ഏതാണെന്ന് തോന്നില്ല. റോഡേ ഇല്ല. പിന്നെ ഇതിന് വേണ്ടി ഞങ്ങൾ കളക്ടറേറ്റിലും പല സ്ഥലങ്ങളിലും ഞങ്ങൾ പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളക്കെട്ടിനും മഴയ്ക്ക് മുമ്പ് തന്നെ ഈ റോഡ് വൃത്തിയാക്കി ഇതിന് ഓട കെട്ടി ഈ വെള്ളം പോകാനുള്ള ചാലുകളെല്ലാം ഉണ്ടാക്കി അത് വൃത്തിയാക്കണമെന്ന് ഞങ്ങൾ പരാതിയിൽ കൊടുത്തതാണ്. പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ശരി, ഈ ഒറ്റ മഴയിൽ ഈ വീട്ടിലൊക്കെ ഇത്രയും വെള്ളം കയറുന്നൊരു സാഹചര്യം, നിങ്ങൾ ഈ രാത്രിയിൽ ഈ ഉണ്ടായ പ്രശ്നം അത് നഗരസഭയെയോ അല്ലെങ്കിൽ അധികൃതരെയോ അല്ലെങ്കിൽ അറിയിച്ചോ? എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടായോ ജനപ്രതിനിധികളുടെ ഭാഗത്ത്? എന്തെങ്കിലും ജനപ്രതിനിധികളുടെ ഭാഗത്ത് ഇതുവരെയ്ക്കും ഒരു ഇതും ഉണ്ടായിട്ടില്ല. കാര്യം ഇതുവരെയ്ക്കും ഈ നേരം വെളുക്കുന്നതിനകത്ത് വരെ ഇതുവരെയ്ക്കും ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി മുന്നോട്ട് എന്താണ്, എന്തെങ്കിലും നിങ്ങൾ സമരസമിതിയുടെ ഭാഗത്ത് എന്തെങ്കിലും നിലപാടെടുക്കുന്നുണ്ട്? എന്തെങ്കിലും ഞങ്ങള് അടുത്ത വാഴ നട്ട് അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ചെയ്യാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് ഇരിക്കുന്നത്. കാര്യം 8 വർഷമായിട്ട് ഈ റോഡ് ഈ പരുവായിട്ട് കിടക്കുകയാണ്. അപ്പൊ കുടിക്കാനോ വെള്ളമില്ല. ഈ മലിനവെള്ളം അത്തരം കിണറുകളെല്ലാം നശിച്ചു. ഇന്നലത്തെ മഴയത്ത് എല്ലാ കിണറുകളിലും ഈ മാലിന്യങ്ങളും വേസ്റ്റുകളും അത്രയും ഇറങ്ങി കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത സ്ഥിതിയിലാണ് ഇരിക്കുന്നത് ഇപ്പൊ അവിടെ. ഈ വീട്ടിലൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി, അതോ ഇപ്പോഴും ആ സാഹചര്യം തന്നെയാണ്? വെള്ളം ഇറങ്ങിയിട്ടില്ല. വെള്ളം അതുപോലെ നിൽക്കുന്നുണ്ട്. ഏകദേശം മുട്ടോളം വെള്ളം ഇപ്പോഴും നിൽപ്പുണ്ട് അകത്ത്. വെളിയിലത്തെ അവസ്ഥ ഇതിന് ദുരിതമാണ്. എത്ര വീടുകളുണ്ട് ഇത്രയും പ്രശ്നം? ഇപ്പൊ ഒരു 10-15 വീട് ഒരു ഭാഗത്ത് തന്നെ. പിന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്.
അവിടെ ഒന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല ഇതുവരെയ്ക്കും. കാര്യം ആരൊക്കെ എങ്ങനെയാണ് കാര്യം, വാട്സാപ്പോ ഫോണോ അങ്ങനെ ഉള്ള ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അവരൊന്നും ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ ഗ്രൂപ്പ് വഴി വന്ന മെസ്സേജ് അനുസരിച്ച് ഇന്നലെ രാത്രി ഒരു 10-25ഓളം കുടുംബങ്ങൾ നമ്മൾ അത്രയും പ്രദേശത്ത് താഴ്ന്നവരൊക്കെ രക്ഷിച്ചു. ഓക്കെ, ശരി പ്രേംലാൽ. എന്താണേലും ഈ തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്തുള്ള ഈ കുഴിവിള എന്നുള്ള സ്ഥലമാണത്. കുഴിവിള ഈ അരശുമൂട് റോഡ്, അത് നേരത്തെ ബസ് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 8 വർഷത്തിലേറെയായി, ഏതാണ്ട് 9 വർഷമായി കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. അതായത് അതിലൂടെ യാത്ര പോലും സാധ്യമല്ലാത്ത രീതിയിൽ ഈ ഡ്രെയിനേജിനും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നു. ഈ 8-9 വർഷമായിട്ട് ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് യാത്ര ദുസ്സഹമാണ്. അപ്പോൾ എന്താണെങ്കിലും അവിടുത്തെ ഒരു മഴക്കാഴ്ചയാണ് കണ്ടത്. ഈ ചെറിയ മഴയിൽ ആ വീട്ടിലൊക്കെ 10 വീടുകളിലേറെ ആ ഒരു പ്രദേശത്ത് മാത്രം, ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെയൊക്കെ വെള്ളം കയറിയെന്ന് പ്രേമലാൽ പറയുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇനിയുള്ള സമയങ്ങളിൽ അടിയന്തരമായി, വളരെ അടിയന്തരമായി തന്നെ ഇടപെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്താണെങ്കിലും മഴ തുടങ്ങിയതിൻ്റെ പ്രശ്നങ്ങൾ അത് നമുക്ക് പ്രകടമായി തന്നെ മനസ്സിലാക്കി തുടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേമലാൽ പങ്കുവച്ചത്. ഞാൻ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയത് മോർണിംഗ് വൈബ്സ്. ഇന്ത്യയിലെ അവസാനിക്കുന്നു. മണ്ഡലങ്ങൾ കുറവ് എങ്കിലും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ആണല്ലോ ഇനിയിപ്പോൾ വിധിയെഴുത്ത് നടക്കാൻ പോകുന്നത്. പ്രചാരണം എത്രത്തോളം ശക്തമാണ്? പ്രമുഖ നേതാക്കളുടെ പരിപാടികൾ എവിടെയൊക്കെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്? അഭിലാഷ്, 6 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അങ്ങനെ 49 മണ്ഡലങ്ങൾ. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം ചിത്രമെടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ 5ാം ഘട്ടത്തിലായിരിക്കും. പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, VIP മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു, വോട്ടെടുപ്പിലേക്ക് പോകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. UP-യിൽ തന്നെ അമേഠി, റായ്ബറേലി, ഒപ്പം തന്നെ രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൗ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ വിധിയെഴുതുകയാണ്. ഒപ്പം മഹാരാഷ്ട്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈയിലെ നഗരമണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഈ 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റമുണ്ടാക്കിയ മേഖലയിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രത്യേകിച്ച് UP-യിലെ 14 സീറ്റുകളിലും മഹാരാഷ്ട്രയിലെ 13 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ UP-യിൽ റായ്ബറേലിയിൽ സോണിയാഗാന്ധി വിജയിച്ചത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ 13 മണ്ഡലങ്ങളിലും വിജയം BJP-ക്കൊപ്പമായിരുന്നു. മഹാരാഷ്ട്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ 13 മണ്ഡലങ്ങളിൽ അന്ന് ശിവസേനയും ഉദ്ധവ് താക്കറെ നേതൃത്വത്തിലുള്ള ശിവസേനയും മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞ അരമണിക്കൂറും ഈ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നുള്ള മഴയുടെ ദൃശ്യങ്ങൾ, അതിൻ്റെ ദുരിതമൊക്കെയാണ് പങ്കുവച്ചത്. എന്നാലും മഴ പെയ്യുന്നത് സന്തോഷം തന്നെ, പക്ഷേ മഴയെ നേരിടാൻ നമ്മൾ എങ്ങനെ ഒരുങ്ങി, നമ്മൾ എങ്ങനെ തയ്യാറായി എന്നുള്ളതാണ് പ്രശ്നം. ഈ മഴ ദുരിതമാകുന്നത് അത്തരത്തിലാണല്ലോ. മഴയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്കോ നമ്മളുടെ ഭരണ സംവിധാനത്തിനോ കഴിയാതെ പോകുന്നതാണ് അവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ, പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെതിരെയാണ് നടപടി. കൊലപാതക ശ്രമം ചുമത്താനുള്ള നീക്കം ശരത് ലാൽ രാഹുലിനെ അറിയിക്കുകയായിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു തരത്തിലും ചെയ്യാൻ സാഹചര്യം ഉണ്ടാകരുത് ഇത്തരം ഒരു പ്രവൃത്തി. ഇവർ തമ്മിൽ എന്തെങ്കിലും മുൻകാല പരിചയമുണ്ടോ? ഇവർ തമ്മിൽ പരിചയത്തെക്കുറിച്ച് അറിയില്ല എങ്കിൽ പോലും ഈ കാര്യം കൃത്യമായി, കാരണം മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വരുന്നു. ആദ്യം ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനിൽ നിന്നും ഗുരുതരമായ വീഴ്ച വരുന്നു. ഇക്കാര്യം ചർച്ചയായി മാറുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രതിക്കെതിരെ കൃത്യമായ രീതിയിൽ ഈ കൊലപാതക ശ്രമവും സ്ത്രീധന നിരോധന കുറ്റവും ചുമത്തുമെന്ന കാര്യം കൃത്യമായിരുന്നു. ഇക്കാര്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ അറിഞ്ഞു ശരത് ലാൽ. അതുകൊണ്ട് ശരത് ലാൽ ഈ കാര്യം കൃത്യമായി രാഹുലിനെയും ഒപ്പം സുഹൃത്ത് രാജേഷിനെയും അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവർക്ക് കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് പോകാൻ കഴിഞ്ഞു. കർണാടകത്തിൽ നിന്നും പിന്നീട് സിംഗപ്പൂരിലേക്കും അവിടെ നിന്ന് ജർമ്മനിയിലേക്കും കടക്കാൻ ഇത് രാഹുലിനെ സഹായിച്ചു എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള കോൾ വിവരങ്ങളും മറ്റുമൊക്കെ മേലുദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ശേഷം ഈ പോലീസ് സ്റ്റേഷനിൽ എത്തി മൊഴിയൊക്കെ നൽകിയ ശേഷമാണ് അന്ന് രാഹുൽ മടങ്ങിയത്. അതിനുശേഷം രാഹുൽ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. രാഹുലിന്റെ അമ്മയോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന ദിവസവും തലേദിവസവും രാത്രി വരെ മകൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു. അതിനുശേഷം ഈ അഭിഭാഷകരെ കാണുന്നതിനും മറ്റുമൊക്കെയായി കോഴിക്കോട് നഗരത്തിൽ തന്നെ തങ്ങി ഇരിക്കുകയാണ് എന്നൊക്കെ
പറഞ്ഞിരുന്നു, പുറത്തേക്ക് പോയതാണ് എന്നും മറ്റുമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഏതാണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രതി രാഹുൽ കേരളത്തിൽ നിന്നും രാവിലെ തന്നെ ബംഗളൂരുവിലേക്ക് പോകുന്നു. അന്ന് രാത്രിയാണ് പ്രതിക്കെതിരെ ഈ കൊലപാതക ശ്രമം, വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തുന്നു. പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തുന്നു. അതുകൊണ്ട് നേരത്തെ ഈ കാര്യം കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിഞ്ഞ ശരത്ലാൽ പ്രതിയെ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. കാരണം പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറങ്ങും മുമ്പ്, അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കും മുമ്പ് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റുകളിലോ മറ്റ് പോലീസ് പരിശോധനകളിലോ അല്ലെങ്കിൽ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പരിശോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നടക്കും മുമ്പ് ഈ കാര്യം അറിയാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഈ വിവരങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് കൃത്യമായി നാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ഈ രാഹുലിന് കഴിഞ്ഞതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SHOയെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഗുരുതരമായ കൃത്യവിലോപം ഇക്കാര്യത്തിൽ ഉണ്ടായെന്നാണ് വിലയിരുത്തൽ. നേരത്തെ യുവതി തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ പോലീസുകാരുമായി തോളിൽ കൈയിട്ടാണ് ഈ ശരത്ത് രാഹുൽ പോയിരുന്നുവെന്നും എന്തായാലും അത്തരം ഒരു അലംഭാവം കൃത്യമായി ഇവരുമായുള്ള അടുപ്പം ആദ്യത്തെ മണിക്കൂറുകളിലെ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിലെ നടപടിക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ രാഹുലിനെ സഹായിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എൽദോ, ഇനി അനീഷ്, ഈ ശരത് സഹായിച്ചൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ നടപടിയെടുത്തു. ഇനി ഈ രാഹുലിന്റെ ഒരു സാഹചര്യം എന്താണ്? ബ്ലൂ കോഡ് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു, ഇന്റർപോളിന്റെ സഹായം തേടുന്നു, ഏത് തരത്തിലും തിരികെ എത്തിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നു. അതിന്റെ ഒരു ഘട്ടം എന്തായി? അന്വേഷണത്തിന്റെ ഒരു ഘട്ടം അത് അത്ര എളുപ്പമുള്ള അല്ലെങ്കിൽ അനായാസമായ ഒരു നടപടിക്രമമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിലവിൽ ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയെങ്കിലും അതിനപ്പുറം റെഡ് കോർണർ നോട്ടീസ് ഇറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. അതായത് വലിയ കുറ്റവാളികളെ പിടികൂടാനുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധ കുറ്റവാളികളെ പിടികൂടാനുള്ള നടപടിക്രമം എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഒപ്പം ഈ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സഹായത്തോടുകൂടി ഇനി പ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ഈ പ്രതിക്ക് ജർമ്മൻ പൗരത്വമില്ല എന്ന കാര്യത്തിൽ ഏതാണ്ട് പോലീസിന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കുടുംബം അവകാശപ്പെട്ടത് ജർമ്മൻ പൗരത്വം ഇയാൾക്ക് ഉണ്ട് എന്നതാണ്. അമ്മ എന്തുകൊണ്ടാണ് ജർമ്മൻ പൗരത്വം ഉണ്ട് എന്നടക്കം പറഞ്ഞത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇയാൾ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോയതെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നയതന്ത്ര തലത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹായത്തോടുകൂടിയുള്ള സമ്മർദ്ദം ചെലുത്തൽ ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് പ്രതിയെ പുറത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ പോലീസിനില്ല. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏറ്റവും വേഗത്തിൽ ഇയാളെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒപ്പം ഈ അമ്മയടക്കമുള്ളവരെ സ്ത്രീധന പീഡന കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കുന്നതിനുള്ള ഒരു അവസാനവട്ട ആലോചനകളും പുരോഗമിക്കുകയാണ്. നേരത്തെ പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ അമ്മയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അമ്മ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും അധികം വൈകാതെ ഇവരെ ചോദ്യം ചെയ്യുകയും തീപീഡന കേസിലും ഇവരെ സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കേസിലും ഇവരെ പ്രതി ചേർക്കുകയും ചെയ്യും. ഇത്തരം സമ്മർദ്ദങ്ങൾ ശക്തമാക്കുമ്പോൾ പ്രതി നാട്ടിലേക്ക് എത്താനുള്ള സാധ്യതകൾ തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. എൽദോ, ശരി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ച സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാലിന് സസ്പെൻഷൻ. ഇനി മറ്റു വാർത്തകളിലേക്ക് പോയാൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ഗുഡ്സ് ട്രെയിൻ തെറ്റായ ട്രാക്കിൽ നിർത്തിയിട്ട് ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി. ഡ്യൂട്ടി സമയം കഴിഞ്ഞതോടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി എന്നാണ് വിവരം. KV ബൈജു ആയിരുന്നു വിവരങ്ങളുമായി. ബൈജു, ഇത് ഗുരുതര വീഴ്ചയാണ്, അതിനപ്പുറത്തേക്ക് ഇത് അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഈ ഒരു ഡ്യൂട്ടി ടൈം കഴിയുക എന്ന് പറഞ്ഞ് ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം, ഇത് എന്നിട്ട് എങ്ങനെയാണ് പരിഹരിച്ചത്? എൽദോ, ഈ പ്രശ്നം ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. ഗൂഡ്സ് ട്രെയിൻ 2 മണിക്കൂറിലേറെയായി ഒന്നാം പ്ലാറ്റ്ഫോമിൽ തന്നെ നിർത്തിയിട്ട ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയുള്ളതായാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒന്നാം പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒന്നാം ട്രാക്ക് ഈ ഷൊർണൂർ ഭാഗത്തേക്കുള്ള പാസഞ്ചർ ട്രെയിനുകൾക്ക് യാത്രക്കാർ കയറാനും ഇറങ്ങാനും സൗകര്യമുള്ള അത്തരത്തിലുള്ള ഒരു ട്രാക്കാണ്. ഇതിൽ ഒരു കാരണവശാലും ഗുഡ്സ് ട്രെയിൻ നിർത്തിവിടുന്ന സാഹചര്യം ഉണ്ടാകാനും പാടില്ല. അത് കാരണം ഈ മംഗളൂരിൽ നിന്നും ഭാഗത്തു നിന്നും വരുന്ന എല്ലാ ട്രെയിനുകളും ഒന്നാം പ്ലാറ്റ്ഫോം വഴിയാണ് കടന്നുപോകുന്നത്. ഇപ്പോൾ നിലവിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഏതായാലും ഈ 2ാം പ്ലാറ്റ്ഫോമിൽ ആണിപ്പോൾ
ഷൊർണൂർ ഭാഗത്തു നിന്നുള്ള ട്രെയിനുകളും ഒപ്പം മംഗളൂരു ഭാഗത്തു നിന്നുള്ള ട്രെയിനുകളും ആളുകളെ കയറാനും ഇറങ്ങാനും ഇപ്പോൾ നിർത്തിയിടുന്ന സാഹചര്യമുള്ളത്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ലോക്കോ പൈലറ്റ് ഒന്നാം പ്ലാറ്റ്ഫോമിൽ ഗുഡ്സ് ട്രെയിൻ ഇട്ട് ഇയാൾ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഇറങ്ങിപ്പോയി എന്നാണ്. ഇനിയിപ്പോൾ ഈ ട്രെയിൻ ഇവിടുന്ന് മാറ്റണമെങ്കിൽ മംഗളൂരുവിൽ നിന്നും ലോക്കോ പൈലറ്റ് എത്തിയതിനു ശേഷമേ മാറ്റാൻ പറ്റുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. ഏതായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ റെയിൽവേ ഇപ്പോൾ പങ്കുവയ്ക്കുന്നില്ല. വലിയൊരു സുരക്ഷാ വീഴ്ച എന്തായാലും ഇതിലുണ്ടായിട്ടുണ്ട്. നേരത്തെയും ഇതേ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ മാവേലി എക്സ്പ്രസ് തെറ്റായ ഒരു ട്രാക്കിലൂടെ, അതായത് മധ്യഭാഗത്തുള്ള പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഭാഗത്തുകൂടി കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വലിയ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായിരുന്നു. ഇതിനെതിരെ നടപടിയും റെയിൽവേ എടുത്തിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഗുഡ്സ് ട്രെയിൻ 2 മണിക്കൂറിലേറെയായി ഇപ്പോഴും ഒന്നാം പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുന്നതാണ്. ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരു കാരണവശാലും ഗുഡ്സ് ട്രെയിൻ കടന്നു പോകാറില്ല. മധ്യഭാഗത്ത് പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഒരു ട്രാക്ക് ഉണ്ട്, ഇതിലൂടെയാണ് ഗുഡ്സ് ട്രെയിൻ പോകേണ്ടത്. ഏതായാലും ഇത് സിഗ്നൽ നൽകുന്നതിലുള്ള വീഴ്ചയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ ഒരു സൂചന. പക്ഷേ ഇതിൽ ഒരു സ്ഥിരീകരണം റെയിൽവേ നൽകിയിട്ടില്ല. 2 മണിക്കൂറിലേറെ ഇപ്പോഴും ഗുഡ്സ് ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുകയാണ്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ഈ ട്രെയിനിലേക്ക് പോകുന്ന യാത്രക്കാരെല്ലാം 2ാം പ്ലാറ്റ്ഫോമിൽ, അതായത് തിരുവനന്തപുരത്ത് നിന്നും ട്രെയിൻ കടന്നു വരുന്ന ആളുകൾ ഇറങ്ങേണ്ട ട്രാക്കിലാണ് ഇപ്പോൾ വരുന്നത്. ഒരേ ട്രാക്കിലൂടെ ട്രെയിൻ മംഗളൂരു ഭാഗത്തേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരം ഭാഗത്തേക്കും പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ട്രെയിൻ ഇപ്പോഴും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ തന്നെ ലോക്കോ പൈലറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും മംഗളൂരിൽ നിന്നും പുതിയ ലോക്കോ പൈലറ്റ് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഒരു മണിക്കൂർ കൂടി ഈ പ്രതിസന്ധി നിലനിൽക്കും. ഏതായാലും എന്താണ് ഈ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന കാര്യത്തിൽ റെയിൽവേ വിശദീകരണം നൽകുന്നില്ല. അവർ ഈ കാര്യത്തിൽ ഉടൻ ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ഈ പ്രതിസന്ധി ഇപ്പോഴും ഉണ്ട്. ട്രെയിൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇപ്പോഴും നിർത്തിയിട്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. എൽദോ, ബൈജു, കുറെ കൺഫ്യൂഷൻ ആ കാര്യത്തിൽ. അതായത് ഒന്ന്, സിഗ്നലിംഗ് ലഭിച്ചാലല്ലേ ട്രാക്കിലേക്ക് ട്രെയിനിന് ഗുഡ്സ് ട്രെയിൻ ആണെങ്കിൽ പോലും കയറാൻ കഴിയൂ. 2, ഒരു ട്രെയിനിന്റെ യാത്ര പൂർത്തിയാകും മുമ്പ് അങ്ങനെ ലോക്കോ പൈലറ്റിന് ഡ്യൂട്ടി കഴിയുക, ഒരു കാഞ്ഞങ്ങാട് പോലൊരു സ്ഥലത്ത് വെച്ച് നിർത്തിപ്പോകുക, അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ? അതിലൊരു വ്യക്തതയുണ്ടോ? എല്ലോ 2 സാധ്യതകളാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഗുഡ്സ് ട്രെയിൻ മധ്യഭാഗത്ത്, അതായത് പ്ലാറ്റ്ഫോം ഇല്ലാത്ത മധ്യഭാഗത്താണ്. അങ്ങനെയാണെങ്കിൽ ലോക്കോ പൈലറ്റിന്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നിർത്തിയിടേണ്ടത്. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 ഭാഗത്തും കൂടി പാസഞ്ചർ ട്രെയിനിന് സുഗമമായി കടന്നു പോകാൻ പറ്റും. അതല്ലെങ്കിൽ ഈ ഗുഡ്സ് ട്രെയിൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ നിർത്തിയേണ്ടത്, ലോക്കോ പൈലറ്റിന്റെ ഡ്യൂട്ടി കഴിയുന്നതും. ഇതിൽ എവിടെയാണ് പിഴവ് പറ്റിയെന്ന കാര്യത്തിൽ റെയിൽവേ ഭാഗത്ത് തന്നെ വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും സിഗ്നൽ നൽകിയതിലുള്ള ഒരു വീഴ്ച ഇതിൽ കാണുന്നുണ്ട്. ഏതായാലും അത് സംബന്ധിച്ച സ്ഥിരീകരണം റെയിൽവേ നൽകും. റെയിൽവേ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. ഈ ഇന്റലിജൻസ് വിഭാഗവുമായി റെയിൽവേ ഇന്റലിജൻസ് വിഭാഗവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. നമ്മൾ ഈ കാര്യം സൂചിപ്പിച്ചപ്പോഴാണ് ഇവർ തന്നെ ഈ സംഭവം അറിയുന്നത്. എന്തായാലും 2 മണിക്കൂറിലേറെ ഈ സംഭവം നടന്നിട്ടും റെയിൽവേയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ ഈ വിവരം എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സൂചിപ്പിച്ചപ്പോഴാണ് ഇത്തരമൊരു സംഭവം നടന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പോലും. ഇപ്പോൾ യാത്രക്കാരാണ് ഇത്തരത്തിൽ ഒരു ദൃശ്യം എടുത്ത് നമുക്ക് അയച്ചു നൽകിയത്. ഏതായാലും ഇതിൽ അന്വേഷണം ഉണ്ടാകും. ആരുടെ ഭാഗത്താണ് വീഴ്ച എന്ന കാര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാവും. എന്തായാലും ഗുരുതരമായ സുരക്ഷാ വീഴ്ച നടന്നിട്ടുണ്ടെന്ന് റെയിൽവേയുടെ ഇന്റലിജൻസ് വിഭാഗം അറിയിക്കുന്നുണ്ട്. അത് എവിടെയാണ് എന്ന കാര്യത്തിൽ റെയിൽവേ ഇപ്പോൾ വിശദീകരണം നൽകുന്നില്ല. അതിന് എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് വിശദീകരണം ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ 1ാം പ്ലാറ്റ്ഫോമിൽ ഈ ട്രെയിൻ ഇപ്പോഴും നിർത്തിയിട്ടിരിക്കുന്നു. അതായത് മംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പാസഞ്ചർ ട്രെയിനുകൾ പോകുമ്പോൾ യാത്രക്കാർ കയറേണ്ട ട്രാക്കാണിത്. ഒരു കാരണവശാലും ഗുഡ്സ് ട്രെയിൻ ഈ ട്രാക്കിൽ നിർത്തിയിടുന്ന സാഹചര്യമില്ല. മധ്യഭാഗത്തുള്ള, അതായത് പ്ലാറ്റ്ഫോം ഇല്ലാത്ത മധ്യഭാഗത്തുള്ള കാഞ്ഞങ്ങാട് സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിനുകളും അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിനും കടന്നു പോകുന്ന ട്രാക്കിൽ മാത്രമേ ഈ ട്രെയിൻ നിർത്തിയിടാവൂ. അല്ലെങ്കിൽ നീലേശ്വരമാണ് ഇതിന് സൗകര്യമുള്ളത്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഗുഡ്സ് ട്രെയിനുകൾ നിർത്തിയിടാറുണ്ട്. ലോക്കോ പൈലറ്റ് ചേഞ്ച് ചെയ്യുന്ന സംഭവമുണ്ട്. പക്ഷേ ഇയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഈ ഇറങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ട്രെയിനിന് ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഈ 1ാം പ്ലാറ്റ്ഫോമിൽ തന്നെ നിർത്തിയിരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ലോക്കോ പൈലറ്റ് മംഗളൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം മാത്രമേ ഈ ട്രെയിൻ ഇവിടുന്ന് മാറ്റാൻ പറ്റൂ. ഏതായാലും അപകട സാധ്യതയില്ലെങ്കിലും തീർച്ചയായും ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എൽദോ, എന്തായാലും ഗംഭീരമായി ബൈജു പറഞ്ഞപ്പോഴാണ് അത്തരത്തിലൊരു സാഹചര്യം റെയിൽവേക്ക് ബോധ്യപ്പെട്ടത് എന്നുള്ളത് ഞെട്ടിക്കുന്നത്. എന്താണെങ്കിലും ഈ ട്രെയിനൊക്കെ ആണല്ലോ, ഈ പൊക്കിയെടുത്ത് മാറ്റി വെക്കാനും കഴിയില്ല. എന്താണെങ്കിലും ഉടൻ തന്നെ പരിഹരിക്കട്ടെ. അത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമാണ്
1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്, യാത്രക്കാർ ഇറങ്ങുന്ന പ്ലാറ്റ്ഫോമാണ്. അവിടെയാണ് ഗുഡ്സ് ട്രെയിൻ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. എന്നാലും ലോക്കോ പൈലറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിപ്പോയി എന്നുള്ളത് ഞെട്ടിച്ചു. എന്തൊക്കെ വാർത്തകളാണ് രാവിലെ വരുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, പൊന്നാനിയിൽ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയെന്ന കാരണം പറഞ്ഞ് മത്സ്യബന്ധന ബോട്ടിന് ഭീമമായ പിഴ ചുമത്തിയെന്ന ആക്ഷേപം. 1 വർഷത്തെ ലൈസൻസ് പുതുക്കിയില്ല എന്ന കാരണം പറഞ്ഞ് 2100 രൂപ നൽകിയിരുന്നിടത്ത് 90,000 രൂപയുടെ പിഴയാണ് ചുമത്തിയത്. AK അബ്ദുള്ളക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഭാരത് ബോട്ടിനാണ് വൻതുക പിഴ ചുമത്തിയത്. മത്സ്യബന്ധനത്തിനിടെ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് അബ്ദുള്ളക്കുട്ടിയുടെ ബോട്ട് ഫിഷറീസ് റെസ്ക്യൂ സംഘം കരക്കെത്തിച്ചിരുന്നു. ലൈസൻസ് പരിശോധിച്ചപ്പോൾ ലൈസൻസ് പുതുക്കിയില്ലെന്ന് കണ്ടെത്തി. നേരത്തെ 90,000 രൂപ പിഴയടക്കാനാണ് നോട്ടീസ് ലഭിച്ചത്. നേരത്തെ 2100 രൂപ മാത്രം പിഴയടച്ചിരുന്നിടത്ത് പലിശ ഉൾപ്പെടെ 7,000 രൂപ പിഴ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അബ്ദുള്ളക്കുട്ടി ഫിഷറീസ് ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ ഇത്രയും തുക അടക്കണമെന്ന നിർദ്ദേശമാണ് ലഭിച്ചത്. ഫിഷറീസ് ഓഫീസ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയും ഇതിലുള്ള വിരോധമാണ് ഭീമമായ തുക പിഴ ചുമത്താൻ ഇടയാക്കിയതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. എൻ്റെ 1 കൊല്ലത്തെ പൈസ ഇവിടെ ഈ ബോട്ട് തീ കത്തി, അതിൻ്റെ പേപ്പർ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പിടിച്ചാകുമ്പോഴത്തേന് 1 കൊല്ലത്തെ ഇത് വന്നു. അപ്പോൾ ഇവിടെ സാധാരണ 1 കൊല്ലത്തേനും 2 കൊല്ലത്തേനും വന്നാൽ അവർ അതാക്കല്ല കാശ് ഇതുള്ള അടച്ചാളാന്ന് 2100 റുപ്യ ഉള്ളൂ. അതിനാണ് 90,000 റുപ്യ ഫൈൻ ഇട്ടുന്നത്. ഇവർക്കെതിരായിട്ട് ഞങ്ങളിവിടെ സമരം നടത്തി. അപ്പോൾ നിങ്ങൾ അങ്ങനെ നടത്താൻ പാടില്ല, ഞങ്ങൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതെല്ലാം അവർ. വലിയ പ്രതിഷേധമാണ് നടപടിക്കെതിരെ വരുന്നത്. ഈ ലാസ്റ്റ് സീസണിലൊക്കെ പണി കിട്ടേണ്ട സമയം, ആ സമയത്ത് ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിച്ചാൽ ഇനിയിപ്പോൾ ഈ കിട്ടണ കാശ് ഈ 1.5 മാസം ഈ റഫിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുമേ ഇറക്കാനുള്ള പൈസ തന്നെ വേറെ വല്ല ബാങ്കിൽ പണയം വെച്ചിട്ടോ കടം മേടിച്ചിട്ടോ ചെയ്യണം. ഈ മത്സ്യത്തൊഴിലാളി ഈ ഫിഷറീസ് ഇപ്പോൾ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത്, മത്സ്യത്തൊഴിലാളികളെ സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഏതായാലും അവരെ സഹായമൊന്നും കിട്ടാനില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സബ്സിഡി കൊടുക്കട്ടെ. ഇപ്പോൾ ഈ ലൈസൻസ് ഫീ 4 ഇരട്ടിയായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടാണ്. ഒരു പക തീർക്കാതെ ഇപ്പം ഞാൻ തുറന്നിട്ട് പറഞ്ഞില്ല, ഇത് മനഃപൂർവ്വം ഓരോരുത്തരും പക തീർക്കാം. മൂപ്പര് ആ പ്രകടനത്തിൽ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ പക മൂപ്പര് തീർത്താണ്. അതുപോലെ നമ്മളും തീർക്കും. ഇവർക്ക് പറ്റുമൊക്കെ ഇവർ തീർക്കും. അല്ലാതെ ഇവര് ഇത് ഇവിടെ ബോട്ട് ഇവിടെ എത്ര ബോട്ട് പിടിച്ചു വിടുന്നുണ്ട്. ഇവര് ചിലപ്പോൾ 500 റുപ്യ 1000 റുപ്യ ഒന്നും അല്ലാതെ വിടുന്നുണ്ട്. എന്തുകൊണ്ട് മൂപ്പര് ഈ ബോട്ട് കത്തിയിട്ട് 4-5 ലക്ഷം റുപ്യ ചിലവാക്കിയിട്ട് ഇറക്കിയ ബോട്ടാണ്. ഇവിടെ ഹാർബറിൽ കത്തിയ ബോട്ടാണ്. അതിന് ഒരു സർക്കാർ ഉറപ്പ് കൊടുത്തിട്ടില്ല. എന്നാൽ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയതിന് KMFR ആക്ട് പ്രകാരമുള്ള പിഴ സംഖ്യ മാത്രമാണ് ചുമത്തിയതെന്ന് ഫിഷറീസ് DD പറഞ്ഞു. ഓരോ മത്സ്യബന്ധനയാനങ്ങളുടെയും ഹോഴ്സ് പവർ കണക്കാക്കിയാണ് പിഴ ഈടാക്കുന്നതെന്നുമാണ് ഫിഷറീസ് DDയുടെ വിശദീകരണം. ന്യൂസ് 18 മലപ്പുറം. പണപ്പിരിവ് പരാതിയിൽ BJP നേതാക്കൾക്കെതിരെ കേസ്. വൻ തുക പിരിവ് ചോദിച്ച് പമ്പയിലെ ക്ലോക്ക് റൂം നടത്തിപ്പുകാരെ ഭീഷണിപ്പെടുത്തിയെന്നതിനാണ് കേസെടുത്തത്. BJP റാന്നി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ, ജനറൽ സെക്രട്ടറി അരുൺ എന്നിവർക്കെതിരെയാണ് കേസ്. ശശി നാരായണൻ ചേരുന്നു. ശശി, ഇന്നലെ ആ വാർത്ത പുറത്തു വന്നിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എപ്പോഴാണ് കേസെടുത്തത്? എന്തോ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പമ്പ ക്ലോക്ക് റൂമിൽ തീർത്ഥാടകരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് അമിത ചാർജ് ഈടാക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രതിഷേധം തീർത്ഥാടകരുണ്ടായിരുന്നു. അതിന് കാരണം BJP നേതാക്കളെന്നാണ് ഈ ക്ലോക്ക് റൂമിന്റെ കരാറുകാരൻ വ്യക്തമാക്കുന്നത്. അത് പറയുന്നത് BJP നേതാക്കളായ BJP മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാറും സെക്രട്ടറി അരുൺ അനിരുദ്ധനും പിരിവ് ചോദിച്ച് ക്ലോക്ക് റൂമിലെത്തിയിരുന്നു. പക്ഷേ പിരിവ് നൽകിയില്ല. ഇതിനെ തുടർന്നാണ് ഇവർ തീർത്ഥാടകരെ ഇളക്കി വിട്ടൊരു പ്രതിഷേധം ഉണ്ടാക്കുകയായിരുന്നുള്ളതാണ് ക്ലോക്ക് റൂം കരാറുകാരൻ പറയുന്നത്. അതിന് വ്യക്തമാകുന്ന രീതിയിൽ CCTV ദൃശ്യങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പമ്പ പോലീസ് കേസ് ഇവർക്ക് 2 പേർക്ക് എടുത്തിട്ടുണ്ട്. BJP റാന്നി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാറിനും സെക്രട്ടറി അരുൺ അനിരുദ്ധനുമെതിരെ കേസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് പ്രധാനമായും പറയുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പമ്പയിൽ പിരിവില്ലാത്ത സ്ഥലമാണ്. ആ സ്ഥലത്ത് എന്തിന് ഇവർ പിരിവിന് വന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതുകൂടാതെ തന്നെ BJP നേതൃത്വത്തിനെതിരെ ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിൽ പാർട്ടി പരിപാടികളൊന്നുമില്ലാത്ത സമയത്ത് ഇത്തരം ഒരു പിരിവിന്റെ കാര്യം എന്താണ് എന്നുള്ളതാണ് BJP നേതൃത്വവും ചോദിക്കുന്നത്. എന്തായാലും ഈ 2 പേർക്കെതിരെയും പമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൃത്രിമമായി ഈ പണപ്പിരിവ് നൽകാത്തതിന്റെ പേരിൽ തീർത്ഥാടകരെ ഇളക്കി വിട്ടുകൊണ്ടൊരു പ്രതിഷേധം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള ഒരു പരാതി. ഓക്കെ, റൈറ്റ്. ശശി നാരായണ വിവരങ്ങൾ പങ്കുവച്ചത് പത്തനംതിട്ടയിൽ. ഇനി ഒരു വാർത്ത കൂടി ശശി നാരായണനും എടുക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല,
ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പോലീത്ത KP യോഹന്നാന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. 12 മണിയോടെ വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് പുറപ്പെടും. അമേരിക്കയിൽ വെച്ച് പ്രഭാത സവാരിക്കിടെ വാഹനമിടിച്ച് പരിക്കേറ്റായിരുന്നു മരണം. ശശി, എന്തൊക്കെയാണ് ഈ സംസ്കാരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ? എൽദോ 12 മണിക്ക് വിലാപയാത്രയെ പ്രതിദേഹം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് തിരുവല്ലയിലേക്ക് പുറപ്പെടും. 4 മണിക്ക് നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ 2ാം ഘട്ട ശുശ്രൂഷ നടക്കും. അതിനുശേഷം 5:45 തിരുവല്ലയിൽ പൗരാവലിയുടെ അനുശോചനം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് സഭയുടെ വക്താവ് സിജോ പന്തപ്പള്ളിൽ അറിയിച്ചിട്ടുള്ളത്. രാത്രി 7:30 സഭാസ്ഥാനത്ത് ഭൗതിക ശരീരം എത്തിക്കും. തുടർന്ന് 8 മണിക്ക് വിവിധ ഘട്ടങ്ങളിൽ ശുശ്രൂഷ നടക്കും. പൊതുദർശനം ഇന്ന് ഉണ്ടായിരിക്കില്ല. നാളെ രാവിലെ 20-ാം തീയതി രാവിലെ 9 മണി മുതൽ 21-ാം തീയതി രാവിലെ 9 മണി വരെയാണ് ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ മൃതദേഹം പൊതുദർശനം വെക്കുന്നത്. തുടർന്ന് രാവിലെ 9:00 ശേഷം 7ാം ശുശ്രൂഷ നടക്കും. അതിനുശേഷമായിരിക്കും 10 മണിയോടുകൂടി വിലാപയാത്രയെ മൃതദേഹം സംസ്കരിക്കുന്ന പള്ളിയിൽ എത്തിക്കും. 11 മണിക്ക് ഖബറടക്ക ശുശ്രൂഷകൾ നടക്കും. 12 മണിയോടുകൂടി ഈ ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾക്ക്. ഏകദേശം 12 മണിയോടെ യോഹന്നാൻ മെത്രാപ്പോലീത്ത സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് സഭ വക്താവ് സിജോ പന്തപ്പള്ളിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ശശിനാരായണ വിവരങ്ങൾ പങ്കുവച്ചത്. 12 മണിയോടെ കൊച്ചിയിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായി പുറപ്പെടും തിരുവല്ലയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം നാളെയാണ്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. UP-യിലാണ് 5ാം ഘട്ടത്തിൽ കൂടുതൽ സീറ്റുകളിൽ പോളിംഗ് നടക്കുക. 695 സ്ഥാനാർത്ഥികളാണ് ജനവിധി ഇടുന്നത്. ER രാഗേഷ് ആയിരുന്നു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, നാളെ 5ാം ഘട്ടം ആരംഭിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആയൽദോ, ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. നാളെ 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. ഏതായാലും നിർണായകമായ ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഈ 5ാം ഘട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും എന്നാൽ ഇന്ത്യ സഖ്യത്തിന് കാര്യമായ നേട്ടമുണ്ടാകാതെ പോവുകയും ചെയ്ത ഒരു പ്രദേശങ്ങളിൽ, ആ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും 2 മുന്നണികളെയും സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ ഘട്ടം. മാത്രവുമല്ല, പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് VIP സീറ്റുകളിൽ മത്സരം നടക്കുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. അമേഠി, റായ്ബറേലി, ഒപ്പം തന്നെ ലക്നൗ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, മുംബൈയിലെ നഗരമണ്ഡലങ്ങളിലൊക്കെ തന്നെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിന് പുറമെ ശിവസേനകളുടെ ശക്തി കേന്ദ്രം, പ്രത്യേകിച്ച് മുംബൈയിലെ നഗരമണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ആരാണ് യഥാർത്ഥ ശിവസേന, പ്രത്യേകിച്ച് ശിവസേനയുടെ പിളർപ്പിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും നാളെ വോട്ടെടുപ്പ് ദിനത്തിൽ രാഹുൽ ഗാന്ധി ഏതായാലും റായ്ബറയിൽ ഉണ്ടാവും. പ്രത്യേകിച്ച് മേൽനോട്ടമടക്കമുള്ള കാര്യങ്ങൾക്കായി രാഹുൽ ഗാന്ധി റായ്ബറയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിവരം. ഏതായാലും വലിയ രീതിയിലുള്ള പ്രചാരണത്തിനാണ് ഈ 5ാം ഘട്ടം സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി, ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരൊക്കെ തന്നെ BJP-ക്കായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നെങ്കിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിക്കായി റായ്ബറയിൽ പ്രചാരണത്തിനിറങ്ങുന്നത് കണ്ടു. ഏതായാലും വാശിയേറിയ പ്രചാരണത്തിന് ശേഷം നാളെ വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ് 49 മണ്ഡലങ്ങൾ. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്ന്, നാഷണൽ ഡെസ്കിൽ നിന്ന്. തന്റെ വീട്ടിൽ കായാമ്പു പൂത്തതിന്റെ സന്തോഷത്തിലാണ് ചാത്തമംഗലം പഞ്ചായത്തിലെ ചൂലൂർ സ്വദേശി തൈക്കണ്ടിയിൽ വാസുദേവൻ. 15 വർഷത്തോളമായി വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ ചട്ടിയിൽ വളർത്തുന്ന 2 കായാമ്പൂ ചെടികളാണ് പൂത്തത്. അപൂർവമായി മാത്രം പൂക്കുന്ന ചെടിയായ കായാമ്പൂ ചാത്തമംഗലം ചൂലൂർ സ്വദേശി തൈക്കണ്ടിയിൽ വാസുദേവന്റെ വീട്ടുമുറ്റത്താണ് പൂത്തത്. വീടിന് തൊട്ടടുത്തെ ചെങ്കൽക്കുന്നിൽ നിന്ന് കായാമ്പൂവിന്റെ തൈകൾ ശേഖരിച്ച് 15 വർഷത്തോളമായി വാസുദേവൻ വളർത്തുന്നുണ്ട്. 3 വർഷം മുമ്പ് ഒരു ചെടി പൂത്തിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് 2 ചെടിയും ഒരുമിച്ച് പൂവിട്ടത്. ഏറെ ഔഷധ ഗുണമുള്ള കായാമ്പൂ ചെടി ഇപ്പോൾ അപൂർവമാണ്. ഇത്തരത്തിൽ പറിച്ചു നട്ടാൽ ചെടി വളരാൻ പ്രയാസമാണെന്നും തന്റെ മുറ്റത്ത് കായാമ്പൂ വിരിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വാസുദേവൻ പറയുന്നു. പൂത്താൽ 1 മാസം വരെ നിൽക്കുന്ന കായാമ്പൂ കാണാൻ മറ്റു ജില്ലകളിൽ നിന്നുൾപ്പെടെ ആളുകൾ എത്താറുണ്ട്. ഇത് പൂത്തപ്പോൾ വളരെ സന്തോഷമാണ്. ഇത് കഴിഞ്ഞ മുമ്പത്തെ വർഷം പൂത്തിരുന്നു. അന്നൊക്കെ നാട്ടിൽ നിന്ന് ആളുകൾ, കുറേ ആളുകൾ കാണാൻ വന്നിരുന്നു. പ്രാവശ്യം കുറേ ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടോടുകൂടി കുറേ ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നു. മലപ്പുറത്തുനിന്ന് 1-2 ആളുകൾ വന്നിരുന്നു. അങ്ങനെയൊക്കെ കുറേ ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നിരുന്നു. എന്തായാലും ഈ ഒരു ഭംഗിയിലൊരു 1 മാസത്തോളം ഇത് നിലനിൽക്കും. കഴിഞ്ഞ വർഷമൊക്കെ 1 മാസത്തോളം നിലനിന്നിട്ടുണ്ട്. മഴ പെയ്താൽ എന്താവുന്ന സ്ഥിതി എന്നറിയില്ല. മഴ പെയ്താൽ പൂ വേഗം കേടുവന്നു പോകും. ഇതിന് അതുപോലെ യൂട്യൂബിലൊക്കെ വലിയ ഇതുണ്ട്. ഇതിന് യൂട്യൂബിലൊക്കെ ഔഷധ ഗുണമുണ്ട്. ഇതിൻ്റെ ഇല കഴിക്കുന്നത് യൗവനം നിലനിർത്താൻ സഹായിക്കും എന്നൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. ശരിയാണോ എന്നറിയില്ല. വാസുദേവന്റെ വീട്ടുമുറ്റത്ത് മറ്റു ചെടികളും അലങ്കാര മത്സ്യങ്ങളും ചെറു തേനീച്ചകളെയും വളർത്തുന്നുണ്ട്. ഇതിൽ വേറിട്ട കാഴ്ചയാണ് തെങ്ങുൾപ്പെടെയുള്ള ബോൺസായി ചെടികൾ.
പരിസ്ഥിതി സ്നേഹി കൂടിയായ വാസുദേവൻ വീട് നിർമ്മിച്ചത് മരങ്ങൾ ഒന്നും മുറിച്ചു മാറ്റാതെ പരിസ്ഥിതി സൗഹൃദമായാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കനത്ത ചൂടിലും വാസുദേവന്റെ വീട്ടിലും പരിസരത്തും തണുത്ത അന്തരീക്ഷമാണ്. ഭാര്യ പ്രജീബയും മക്കളായ അലീന, ബെർസാൻ എന്നിവരുടെ പൂർണ്ണ പിന്തുണയും വാസുദേവനുണ്ട്. ന്യൂസ് 18 ചാത്തമംഗലം. നമ്മൾ ആദ്യം നൽകിയൊരു വാർത്തയുണ്ടല്ലോ, ഈ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ട ശേഷം, ആ 1ാമത്തെ നമ്പർ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട ശേഷം ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു വിഷ്വല് ഉടൻ നമുക്ക് നൽകാം. എന്തായാലും ഈ അവിടെ നിന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ ബൈജു ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ബൈജു, കൂടുതൽ വ്യക്തത വരുന്നുണ്ടോ? ഇതിൻ്റെ നമ്മൾ ആ ഉന്നയിച്ച സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി ലഭിക്കുന്നുണ്ടോ? എൽദോ, ഇപ്പോൾ ഈ സംഭവത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ന്യൂസ് 8 ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ അല്പസമയം മുമ്പ് വന്ദേ ഭാരത് എക്സ്പ്രസ്, അതായത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത് വളരെ പതുക്കെയാണ്. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഈ മധ്യത്തിലുള്ള പ്ലാറ്റ്ഫോമിലൂടെ ട്രാക്കിലൂടെ കടന്നു പോകുന്ന ദൃശ്യം, ഇതിന്റെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യമാണ്, എക്സ്ക്ലൂസീവായ ദൃശ്യമാണ് ന്യൂസ് 8 ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായതായി പ്രാഥമികമായ ഒരു സൂചന റെയിൽവേയുടെ ഭാഗത്തു നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ളതാണ്. ഈ ട്രെയിൻ രണ്ട് മണിക്കൂറിലേറെയായി ഇപ്പോഴും ഈ ഗുഡ്സ് ട്രെയിൻ ഇവിടെ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ലഭിക്കാത്ത ഒരു അവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ നേരിട്ട് ചോദിച്ചപ്പോഴും അവർ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിൽ മറ്റൊരു ലോക്കോ പൈലറ്റ്, ഇതിൽ ഏറ്റവും പുറകുവശത്തുള്ള ലോക്കോ പൈലറ്റ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് വളരെ പതുക്കെയാണ്. ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതാണ് കാഞ്ഞങ്ങാട്. വളരെ പതുക്കെയാണ് ഇപ്പോൾ മധ്യത്തിലുള്ള ട്രാക്കിലൂടെ, അതായത് പ്ലാറ്റ്ഫോം ഇല്ലാത്ത ട്രാക്കിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ളതാണ്. ഗുഡ്സ് ട്രെയിൻ നമുക്ക് കാണാം, 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ കിടക്കുന്നത്. എന്തായാലും ഗുരുതര സുരക്ഷാ വീഴ്ച ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. റെയിൽവേയുടെ ഭാഗത്തുള്ള നടപടികൾ എന്തായാലും ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് വളരെ പതുക്കെയാണ് വരുന്നത്. ഈ ട്രാക്കിൽ അതിവേഗം പോകേണ്ട ഒരു ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. എന്നാലും വലിയൊരു അപകടമാണ് ഈ ഇത്തരത്തിൽ ഇപ്പോൾ ഒഴിവായതെന്ന് വേണമെങ്കിൽ പറയാം. ഈ സുരക്ഷാ വീഴ്ച നേരത്തെയും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത്. ഇതേ ട്രാക്കിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് കടന്നു പോകുന്ന ട്രാക്കിൽ തെറ്റി മാവേലി എക്സ്പ്രസ് കടന്നു വരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അത് 1ാം ട്രാക്കിൽ വരേണ്ട ട്രെയിനായിരുന്നു. ഈ സിഗ്നൽ നൽകിയ സുരക്ഷാ വീഴ്ചയിൽ ആ ട്രെയിൻ പ്ലാറ്റ്ഫോം ഇല്ലാത്ത ട്രാക്കിലേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വളരെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ന്യൂസ് 8 ലഭിച്ചിരിക്കുന്നത്. ശരി, ഓക്കെ. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള വിഷ്വൽസ് ആണ് കാണുന്നത്. അതായത് വന്ദേ ഭാരത് അതിവേഗത്തിൽ പോകേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയതിനെ തുടർന്ന് ഗുഡ്സ് ട്രെയിൻ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ട്രെയിൻ ഗതാഗതം ഒരു പ്രശ്നമായി തന്നെ നിൽക്കുന്നു. എന്നാലും പലയിടത്തും മഴയുണ്ട് എന്നൊക്കെ പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് മഴയില്ല, തൃശ്ശൂർ വെയിൽ, മഴയില്ല, കൊല്ലം ആയൂരിൽ സൂപ്പർ മഴ എന്ന് ജയസിംഹനാട് പറയുന്നു. ഇപ്പോൾ ഷിബു, അഭി, സുഹീർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒപ്പം പ്രഭാഷ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. അപ്പോൾ ഈ മോർണിംഗ് വൈബ്സിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. എന്താണെങ്കിലും ഇനിയും ഈ മഴയുടെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നൊരു ദിവസമാണ്, ഞായറാഴ്ചയാണ്, അത് മറക്കുന്നില്ല. പക്ഷെ അപ്പോൾ പോലും മഴയുണ്ടെങ്കിൽ വളരെ കരുതലോടെ നീങ്ങുക. 3 ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്, ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. അപ്പോൾ വളരെ കരുതലോടുകൂടി തന്നെ ഇന്നത്തെ ദിവസം ചെലവഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മോർണിംഗ് വൈബ്സ് ഇവിടെ പൂർത്തിയാക്കുകയാണ്. നമസ്കാരം. എല്ലാ മഴക്കാലത്തും